ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ റിലീസ് ചെയ്യുക. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. എന്നിട്ട് ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഈ ഒരു കാർഡ്സ് ചൂസ് ചെയ്തവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പുതിയതായിട്ട് എന്തോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ഡിവൈൻ സീഡ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജോലിപരമായിട്ടും അല്ലെങ്കിൽ ഒരു ബിസിനസ് പരമായിട്ടും, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആവാനും നിങ്ങൾക്ക് ഒരാളോട് ചിലപ്പോൾ ഇഷ്ടം തോന്നി അയാളെ പ്രപ്പോസ് ചെയ്യണമെന്നായിരിക്കാം. അതല്ലെങ്കിൽ കരിയറിന് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടും എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാനുള്ള ആൾക്കാരാണെങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾ, സ്റ്റഡീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള, അതായത് ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങളൊരു സീഡ് നിങ്ങൾ ഇട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾക്കിവിടെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ സ്ലോ ആയിട്ടും അതുപോലെ തന്നെ സ്റ്റഡി ആയിട്ടുമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ചിരുന്ന ട്രിഗറിങ്ങും ടെൻഷൻസും അതുപോലുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പതുക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പൈസ പരമായിട്ടാണെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥയല്ല. എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി നിങ്ങളുടെ കാര്യങ്ങൾ പോകും. അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ളൊരു എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അത് പെട്ടെന്ന് ഫാസ്റ്റായിട്ടല്ല, സ്ലോ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നത്. ഫിനാൻസിലാകാം, കരിയറിലാകാം, റിലേഷൻഷിപ്പിലാവാം. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മൈൻഡിലുള്ളത് ആ ഒരു എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു തരത്തിൽ, എല്ലാ മേഖലയിലും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അത് പതുക്കെയാണ് ആ ഒരു കാര്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നാളെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയായിരുന്നു. എന്ത് വന്നാലും എനിക്കിത് നടക്കത്തില്ല, അതല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കിട്ടില്ല. അപ്പോൾ ഇവൻ പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങളൊന്നും ശരിയാകാതേക്ക് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഓർക്കും, എൻ്റെ കാര്യം അല്ലെങ്കിൽ അങ്ങനെ എനിക്കൊന്നും നടക്കത്തില്ല, ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം കുളമാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാജഡി വരുമെന്നൊക്കെ. അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ നിന്നും, ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്നൊക്കെ നിങ്ങൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്ര നാൾ വിചാരിച്ച പോലെ അല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇച്ചിരി ടൈം, അല്ലെങ്കിൽ ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ അതേ രീതിയിൽ നിങ്ങൾക്ക് സെറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിൽ ആ നെഗറ്റീവിൽ നിന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഒരാളെ പ്രപ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടമുണ്ട്, അപ്പോൾ അയാൾക്ക് എന്നോട് എങ്ങനെയാണ്, കരിയറിൽ എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ട്സും ഫിനാൻസുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഉള്ള ഡൗട്ട്സും കാര്യങ്ങളും മൊത്തത്തിൽ ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന കാര്യത്തിനൊക്കെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. കൺഫ്യൂഷനൊക്കെ മാറി നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആൻസേഴ്സൊക്കെ കിട്ടി. എന്തുകൊണ്ടും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തിനോട് പറഞ്ഞത്, അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പറഞ്ഞതിനൊക്കെയുള്ള ഒരു റിവാർഡായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാളും നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാമിക് സൈക്കിൾ പതുക്കെ എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു ചേഞ്ചസ് ആണ് ഓവറോൾ നിങ്ങളുടെ ലൈഫിൽ കാണുന്നത്. അത് സ്ലോ ആയിട്ടാണ്, പക്ഷേ നിങ്ങൾക്ക് നല്ല ബെറ്ററായിട്ട്, നിങ്ങൾക്ക് നല്ല പോസിറ്റീവും നല്ലൊരു എനർജിയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് വെച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു പേഴ്സണ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, ആ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൃദയം, അതല്ലെങ്കിൽ ഒരു സൈലൻ്റ് ആയിട്ടുള്ള, ചിലപ്പോൾ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ടായില്ല നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ ഉള്ളിൽ സ്നേഹം ആ ഒരു വ്യക്തിക്കുണ്ട്. സൈലൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്ടം ആ ഒരു പേഴ്സൺ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ ഭയങ്കര നല്ലൊരു എന്താ പറയുക, കെയറിങ്ങും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഹൃദയത്തിന് ഉടമയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ പ്രപ്പോസ് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലിരിക്കുന്ന ആളാണെങ്കിൽ കൂടെ തന്നെയും ആ ഒരു വ്യക്തിക്ക് സ്നേഹമുണ്ട്. പക്ഷേ ഉള്ളിൽ അയാൾ ശരിക്കും ഉള്ളിൽ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയതിനെ കിട്ടും, ചുമ്മാ ഞാനായിട്ട് നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ എനിക്ക് പേടിയാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിലൊരു എന്താ പറയുക, അതായത് നിങ്ങൾ വേറൊരു റിലേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ മാറിത്തരാം എന്നൊക്കെ ഒരു ടൈപ്പ് വേ ഓഫ് തിങ്കിങ് ആണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. അല്ല, ഈ ഒരു വ്യക്തിക്ക് ഒരു സങ്കടമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അയാളുടെ ജീവിതത്തിൽ അയാൾ ചിലപ്പോൾ ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലീനെ അവരുടെ ഫാമിലി സമ്മതിക്കുന്നില്ല, അതല്ലെങ്കിൽ തിരിച്ചുമാവാം. അപ്പോൾ ഇഷ്ടമുണ്ട്, പക്ഷേ വേറെ എന്തൊക്കെയോ റീസൺ, അത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ വേറെ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല പറയുന്നത്. ചിലപ്പോൾ കരിയർ വൈസ് നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കാം, ചിലപ്പോൾ കരിയർ അല്ല, ശരിക്കും പറഞ്ഞാൽ ഫിനാൻസിൻ്റെ ആ ഒരു പ്രശ്നം, ചിലപ്പോൾ റിലീജിയൻ രണ്ടുപേരും ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള രീതിയിലൊക്കെ അതൊക്കെ കൊണ്ടാണ് മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ അവരുടെ വീട്ടുകാരെ എങ്ങനെ ഉൾക്കൊള്ളും, അതല്ലെങ്കിൽ തിരിച്ച് അങ്ങനത്തേക്ക് ഒരു എന്താ പറയുക, അങ്ങനത്തേക്ക് ഒരു ഇതിൽ എനർജിയിൽ കിടക്കുന്ന ഒരു പേഴ്സൺ ആണ്. അവിടെയും വിഷമിപ്പിക്കാൻ പറ്റില്ല, ഇവിടെയും വിഷമിപ്പിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ രീതിയിൽ ഉള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളായിട്ടൊരു പെർമനൻറ്റ് ലൈഫ് വേണമെന്നൊക്കെ. അയാൾക്ക് ഒരുപാട് നിങ്ങൾ ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു റീസൺ കൊണ്ടാണ് അയാളിങ്ങനെ പതുക്കെ ബാക്കിലോട്ട് മാറുന്നത്. പറഞ്ഞാൽ അവരുടെ എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, നല്ലൊരു സ്റ്റെബിലിറ്റി വേണം, ഒരു ഫ്യൂച്ചർ നിങ്ങളുമായിട്ട് വേണം, അത് ഒരു ഹോം ക്രിയേറ്റ് ചെയ്യണം നിങ്ങളൊപ്പം. അതുപോലെ തന്നെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, അതും റിയൽ ആയിട്ടുള്ളൊരു ഇഷ്ടം നിങ്ങളിൽ നിന്ന് വേണം, റിയൽ ആയിട്ടുള്ള ആ ഒരു ലവ് അവർക്ക് വേണം എന്നൊക്കെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെല്ലാം സ്ലോയിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പും സ്ലോയിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് അതായത് അയാൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് പതുക്കെ മൈൻഡിനെയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് വേണം വരാൻ. എന്നാൽ അവർ എന്താ പറയുക, രാവിലെ സമയങ്ങളിലൊക്കെ സ്വപ്നമൊക്കെ കാണാറുണ്ട് നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ ലൈഫിനെ പറ്റി, നിങ്ങൾ ഒരു പീസ്ഫുൾ ഫാമിലീനെ പറ്റിയും, അതേപോലെ തന്നെ നല്ലൊരു ബോണ്ടും, വളരെ നല്ലൊരു മക്കളൊക്കെ ആയിട്ട് അങ്ങനെ, അതല്ലെങ്കിൽ അതേപോലുള്ള രീതിയിൽ നല്ലൊരു ലൈഫ് ആ ഒരു പേഴ്സൺ എപ്പോഴും സ്വപ്നം കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും, നിങ്ങളുടെ പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ല എന്നൊന്നും ഇല്ല. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഓർത്ത് ഭയങ്കര പേടിയുണ്ട്. അവർ ഭയങ്കര എന്താ പറയുക, പ്രൊട്ടക്റ്റീവ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ വേറുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു ജലസ് അങ്ങനെയുണ്ട്. പിന്നെ ഒരു ഭയമുണ്ട്, നിങ്ങൾ പോയി കളയുമോ, ഇപ്പോൾ തിരിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മിണ്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് കുറച്ച് അകന്നിരിക്കുന്ന, ഇഷ്ടമുണ്ടെന്നറിയെങ്കിൽ അകന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ ഇഷ്ടമുള്ളിലുണ്ട്, പക്ഷേ പേടിയാണ്. നിങ്ങൾ പോകുമ്പോൾ, അതിപ്പോൾ ഞാൻ സംസാരിക്കാതെ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാതിരുന്നതിന് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ആ ഒരു പേഴ്സണ് വളരെയധികം പേടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസിലുള്ള ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് ഇഷ്ടമില്ലാത്തതിൻ്റെ അല്ലാത്ത രീതിയിലൊരു ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു ഡിസ്റ്റൻസിൽ ഇരുന്നാൽ ആ ഒരു പേഴ്സൺ ഇതൊക്കെ തന്നെയാണ് എപ്പോഴും മൈൻഡിൽ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ സ്ഥാനത്ത് വേറെ ആരെയും നിങ്ങൾക്ക് കാണാൻ പറ്റരുത് എന്നൊരു പ്രാർത്ഥന അവരുടെ ഉള്ളിലുണ്ട്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, അവരെന്തായാലും തിരിച്ചു വരുമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ വരികയും ചെയ്യും. അതിലൊരു ഇച്ചിരി ടൈം എടുക്കും. കാരണം വെച്ചാൽ ഫാമിലി ആയിരിക്കാം മോസ്റ്റ് ഓഫ് ദ കേസിൽ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി, അതല്ലെങ്കിൽ അതിൻ്റെ രീതിയിലൊക്കെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടൊക്കെ വരാം എന്നൊരു ഇതിലാണ് ആ ഒരു പേഴ്സൺ അവിടെ ഇരിക്കുന്നത്. നമുക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡിസ്റ്റൻസിലാണെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു എനർജിയെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ സോൾ കണക്ഷൻ ഉണ്ട്, മാരീഡ് ആയിരിക്കും, കപ്പിൾസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചുള്ള സോൾ കോൺട്രാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിലും നിങ്ങൾ ഒരുമിച്ച് വരുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ളൊരു ഭയം എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ ഇട്ടിട്ട് പോകുമോ, നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം എന്ന് വെച്ചാൽ ഞാൻ അവളെ അല്ലെങ്കിൽ അവനെ വിഷമിപ്പിക്കുമോ, അങ്ങനത്തെയൊക്കെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് പറയാൻ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങളുടെ കാർഡ്സ് വന്നതിലും നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് വൺ ചൂസ് ചെയ്യാം. ഇതിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ദി ഡെവിൾ ആണ്, റിവേഴ്സ് ആണ്. ഡെവിൾ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ ഒരു കാമിക് അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻ ചെയിനിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തോട്ട് വന്നു.
അതായത് നിങ്ങൾക്ക് ഭയങ്കര ഫിയർ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഭയങ്കര ഇമോഷണൽ പെയിൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാർമിക് ചെയിനിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ വെളിയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വളരെ സ്ലോയിൽ അലിഞ്ഞ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങൾക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പോയല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടിയല്ലോ, മനസ്സിലായി, അങ്ങനത്തെ ഒരു എനർജിയിലോട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പാർട്ട്ണറും തമ്മിൽ ഡിസ്റ്റൻസിലൊക്കെ തന്നെയുണ്ട്. പക്ഷേ നിങ്ങളോട് ആ ഒരു വ്യക്തി ഇന്നേ വരെയും പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടം അധികം ഉള്ളെന്ന രീതിയിലൊന്നും കാണിച്ചിട്ടില്ല. ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് പോയിരുന്ന സമയത്ത് പോലും ആ ഒരു വ്യക്തിക്ക് വലിയ പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിലായിരിക്കാം ആ ഒരു വ്യക്തി പോയിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അവർക്ക് അങ്ങനെ ഫീലിങ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അവർക്ക് പ്രശ്നമൊന്നും ഇല്ല, ഞാനാണ് കൂടുതൽ അനുഭവിക്കുന്നത് എന്നൊക്കെ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളോട് ഇന്നേവരെയും പറഞ്ഞിട്ടില്ല, ബട്ട് അവരുടെ ഉള്ളിൽ നിങ്ങളോടായിട്ട് ഇമോഷണലി വളരെയധികം അഡിക്റ്റഡ് ആണ് അവർ നിങ്ങളിലേക്ക്. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കംഫർട്ട് ഒരു പ്ലേസ് ആയിരുന്നു, അവർക്ക് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സ്പേസ് ആയിരുന്നു, നിങ്ങൾ നല്ല ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു കണക്ഷൻ ആയിരുന്നു, എല്ലാ തരത്തിലും സപ്പോർട്ടീവ് ആയിരുന്നു. ചിലപ്പോൾ ഒരു ഫാമിലി ഉള്ള ഒരാളായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെ, അതായത് മാരീഡ് ആവത്തില്ല, വേറൊരു അഫെയർ ഉള്ളൊരു വ്യക്തി ആയിരിക്കാം ഈ ഒരു പേഴ്സൺ, എങ്കിലും നിങ്ങളുടെ അടുത്തോട്ട് വരും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടാവായിരിക്കാം, എന്തിനാണ് ഇങ്ങനെ നീ വരുന്നത് അല്ലെങ്കിൽ വരുന്നതെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സണ് നിങ്ങളോടൊരു അഡിക്ഷൻ ഉണ്ട്. ആ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് രക്ഷ നേടാൻ വേണ്ടിയുള്ളൊരു സോഴ്സ് ആയിരുന്നു നിങ്ങൾ. അതുകൊണ്ടാണ്, അല്ലാതെ ഇഷ്ടം എന്ന രീതിയിലല്ല ഈ ഒരു അഡിക്ഷൻ വരുന്നത്. ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് അവരുടെ വിഷമങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ മറക്കാൻ വേണ്ടിയായിട്ടുള്ളൊരു സോഴ്സ് ആയിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെന്ന് പറഞ്ഞ ആ ഒരു എനർജി. അപ്പോൾ നമുക്കിവിടെ ഒരു കാർഡ്സ് വന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഒരുപാട് ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്, ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ഒരാളാണ്, പേടിയുണ്ട്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, നിങ്ങളോട് കാണിക്കുന്നതിൽ ആദ്യമൊന്നും ഗിൽറ്റി അങ്ങനെയുള്ള നാണക്കേടൊന്നും ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ അവർക്ക് അവരുടെ കാര്യമായിരുന്നു വലുത് എന്നൊരു സെറ്റപ്പിലുള്ള ഒരു പേഴ്സണായിരുന്നു. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു തോന്നലുണ്ട്. കാര്യം നിങ്ങൾ പകർന്ന് നിൽക്കുന്നതും ചിലപ്പോൾ വലിയ നിങ്ങളെല്ലപ്പോൾ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അവർക്ക് തന്നെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അവർ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ അത് എങ്ങനെയാണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൻ്റെ മൈൻഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ഉള്ളിലും പറയുന്നത് ഇത് തന്നെയാണ്, നിങ്ങൾ മാത്രമാണ് എന്നെ ഞാനെന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി നല്ലപോലെ നിൽക്കുന്നത് കൊണ്ട് ആ ഒരു രീതിയിലൊരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു എന്നെ മനസ്സിലാക്കുന്ന ഒരാളെന്ന രീതിയിലൊരു അറ്റാച്ച്മെൻ്റ് ആണ് ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളത്. ഇമോഷണലി അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കാനും ബന്ധപ്പെടാനും ഒക്കെ ഒരു പേടിയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ക്ഷമിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾ അവർ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് വഴക്ക് പറയുമോ, അങ്ങനെയൊക്കെ ഒരു പേടിയൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹീൽ ചെയ്യുന്നതും നിങ്ങൾ സ്ട്രോങ് ആവുന്നതും ഒക്കെ കാണുകയോ എടുക്കുകയോ അറിയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത്രയും നാളും ആ ഒരു പേഴ്സൺ അവരുടെ പ്രോബ്ലംസും അവരുടെ ഫാമിലി ഇഷ്യൂസും അവരുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക, അതുമൊക്കെ ഒരുപാട് അവർ ഹീലായിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എനർജി കിട്ടിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു പേഴ്സൺ ആ ഒരു കാര്യത്തിലൊക്കെ ഒരുപാട് നല്ലതുപോലെ ഹീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കിട്ടിയത് പറഞ്ഞതുപോലെ ഇതൊരു കാർമിക്കിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് ചെയ്ത് നിങ്ങൾ വെളിയിലോട്ട് വന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കാർമിക് ബോണ്ടാണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്നും വെളിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തമ്മിലൊരു കാമിക്കായിട്ടുള്ളൊരു ടൈ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ഭ്രാന്തമായിട്ടുള്ള രീതിയിലും പക്ഷേ വളരെ പെയിൻഫുള്ളും ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങൾക്ക് കാർമിക് അതായത് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ ഈ ജന്മത്തിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും അതേപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിലും ഹീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തും ഓൾഡ് സൈക്കിൾസ് എല്ലാം ബ്രേക്ക് ചെയ്തും നല്ല രീതിയിൽ ഹീൽ ചെയ്തും പുതിയ നിങ്ങളാവാൻ വേണ്ടിയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഈ ജന്മത്തിലും കണ്ടിരിക്കുന്നത്.
ശരിക്കും ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ഇമോഷണലി തകർന്നിരിക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ്ങും കാര്യങ്ങളാണ്. ഇവൻ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെയും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട്, ഫാമിലിയിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആവാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പല കാര്യങ്ങളിലും സെൽഫ് ഡൗട്ടും കാര്യങ്ങളുണ്ട്. ഒരുപാട് ട്രോമ ലൂപ്സിൽ കൂടെയൊക്കെ പോകുന്നൊരു പേഴ്സൺ ആണ് നിങ്ങൾ. പലതരത്തിലുള്ള വൂൺസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് വൂൺസ് ഹീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തലത്തിൽ നിങ്ങൾ ഇന്ന് വൂൺസിനെ ഹീൽ ചെയ്യുക. കാരണം വെച്ചാൽ ഒരുപാട് ട്രോമാസ് നിങ്ങളിലുണ്ട്, അതെല്ലാം ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ഓവർ തിങ്ക് നിർത്തുക. നിങ്ങളെ തന്നെ സംശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി വൂൺസിനെയൊക്കെ ഹീൽ ചെയ്ത് നിങ്ങളാവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട്, അതായത് ഈ ഒരു വ്യക്തിയോടല്ല പറയുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്ത് കെയർ ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഒരുപാട് ഡിസ്റ്റൻസ്, ഇവൻ നമ്മുടെ കൂടെ നമ്മുടെ സഹോദരങ്ങളോട് തന്നെ നിങ്ങൾ ചിലപ്പോൾ അകന്നായിരിക്കാൻ നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അവരോടൊക്കെ ഒരു ക്ഷമ പറയണമെങ്കിൽ ക്ഷമ പറയേണ്ട കേസാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ സ്ട്രോങ് ആക്കുക. ഹീലിങ്ങിന് പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെ കോണ്ടാക്ട്, ഹീൽ ചെയ്യുക. നിങ്ങളുടെ ട്രസ്റ്റിനെ, അതിന് നിങ്ങൾ വീണ്ടും, നിങ്ങൾ എങ്ങനെയായിരുന്നു പണ്ട് നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ടും വളരെ നല്ലതായിട്ടുമൊക്കെ നടന്ന ഒരാളായിരിക്കാം. അതേപോലെ നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു അതേപോലത്തെ രീതിയിൽ നിങ്ങളിൽ വിശ്വാസം കൊണ്ടുവരിക എന്നാണ് യൂണിവേഴ്സ് നമ്മളോടിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് തേർഡ് കാർഡിലേക്ക് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു എനർജിയുടെ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിരിച്ച് നിങ്ങൾക്ക് വളരെ കുറച്ചെന്ന് വെച്ചാൽ തീരെ കുറച്ച്, ആ രീതിയിലാണ് നിങ്ങൾക്ക് എല്ലാ തരത്തിലും ആ ഒരു പേഴ്സൺ തിരിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷണലി വളരെ എന്താ പറയുക തകർന്നിരിക്കണം. അതായത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലൊക്കെ പറയണമെന്നുണ്ട്. നിങ്ങളെന്താണ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തിരിച്ചെന്നോട് ഇഷ്ടപ്പെടാത്തത്, എന്നോട് സംസാരിക്കാത്തത്. അതായത് അയാൾ വന്നിട്ട് എന്താണ്, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക, അങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ആ രീതിയിൽ നിങ്ങളിങ്ങനെ നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി ഇപ്പോൾ പൊട്ടും എന്ന് പറയുന്നൊരു സ്റ്റേജിൽ നിൽക്കുകയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓർക്കും ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അറിയാഞ്ഞിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കാഞ്ഞിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവരൊരു ഇതിൽ നിന്ന് നിങ്ങൾ അവരോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ട് നിങ്ങൾ ഓർക്കും എല്ലാവരോടും അങ്ങനെ തന്നെ, എന്നോടും അങ്ങനെ തന്നെയാണ്. ആ ഒരു മൈൻഡായിരിക്കും നിങ്ങൾക്കുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ആ ഒരു പേഴ്സൺ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ മാറി നോക്കുമ്പോൾ അയാളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ബാക്കി ഏതും ഒരു സ്ട്രേഞ്ചറിനോട് പോലും മര്യാദക്കായിരിക്കും ആ ഒരു പേഴ്സൺ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങളോട് മാത്രം. അപ്പം നിങ്ങൾ സ്വയം നിങ്ങളിതാവുകയാണ് എല്ലാവരോടും അങ്ങനെയാണെന്ന് ഓർത്തിട്ട്. പക്ഷേ ആ ഒരു പേഴ്സൺ അങ്ങനെയല്ല. അയാൾക്കറിയാം അയാൾ നല്ലതുപോലെയല്ല നോക്കുന്നത്, അയാൾ നല്ലതുപോലെയല്ല എന്താ പറയുക, ഒരു ലവ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരെയാണോ നിങ്ങൾ കാണുന്നത്, ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണേണ്ട രീതിയിലല്ല അയാൾ കാണുന്നതെന്ന് ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ബിഹേവിയർ കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് തകർന്ന് നിൽക്കുകയാണ് എന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു നിങ്ങൾ ആ ഒരു വിഷമമൊക്കെ കൊണ്ട് നിങ്ങൾ ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഈ പറഞ്ഞ പോലെ നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളോട് കാണിച്ചതൊക്കെ മോശമായിരുന്നു, നിങ്ങളെ നല്ലപോലെ നോക്കിയില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അയാൾ നിങ്ങളെ സ്നേഹിച്ചില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ഒരു പേഴ്സൺ ഉണ്ട്. പിന്നെ എന്താ പറയുക, നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളെ അയാളിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അയാൾക്ക് കൊടുത്ത ആ ഒരു കെയറിങ്, ആ ഒരു അറ്റൻഷനും, നിങ്ങൾ കൊടുത്ത ലവ് എനർജിയും, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു നോർമൽ ഒരു എനർജി ഉണ്ടല്ലോ, നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അയാളെ പറ്റി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള എനർജീസൊക്കെ ആ ഒരു പേഴ്സണ് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അയാൾക്ക് നിങ്ങളുടെ പഴയ ആ ഒരു ലൈഫിനൊക്കെ പറ്റി ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടം കൊടുത്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ അയാളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയും മോശമായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നതിലൊക്കെ ആൾക്ക് ഇപ്പോൾ ഒരുപാട് വിഷമമുണ്ട്. നിങ്ങൾ റിജക്റ്റ് ചെയ്തതും ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയതിലൊക്കെ അവർക്ക് ഒരു സങ്കടം ഒക്കെ വന്നിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ തന്നെ ആലോചിക്കാറുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നു, അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരെ, അതല്ലെങ്കിൽ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ എനർജി പരമായിട്ടും അതല്ലാതും നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മാത്രം അവർ നിങ്ങളോട് സംസാരിക്കും. അല്ലെങ്കിൽ അതായത് ഈ റിലേഷൻഷിപ്പ് മാത്രമല്ല നാം പറയുന്നത്, ആരും ഏതൊരു വ്യക്തി വന്നാലും നിങ്ങൾക്ക് തോന്നാറുണ്ട് ആ ഒരു പേഴ്സൺ എൻ്റെ ജീവിതത്തിൽ അയാൾ വരുന്നതൊക്കെ അവരുടെ ആവശ്യം അതായിരുന്നു, അതിനുവേണ്ടി വന്നു അവർ പോയി. അതല്ലാതെ അവർക്ക് എന്നോട് എന്താ പറയുക, ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ പോലും, സിബ്ലിങ്സ് ആണെങ്കിൽ പോലും, ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് വരുന്ന അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അതല്ലാതെ നിങ്ങളായിട്ട് കണ്ട് സ്നേഹിച്ചു അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു സപ്പോർട്ട് ചെയ്തും വരുന്നല്ല, അവർക്ക് വേണ്ടിയാണ് അവർ വരുന്നത്. അവരുടെ കാര്യം എന്തും ആയിക്കോട്ടെ, അത് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് പോലും നിങ്ങളെ ചിലപ്പോൾ ആരും വിളിച്ച് ചോദിക്കില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ എന്താണ് ഞാൻ ഇങ്ങനെയുള്ളവരെ മാത്രം എപ്പോഴും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനുള്ള റീസൺ എന്ന് വെച്ചാൽ നിങ്ങളൊരു ഹീലർ സോൾ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ, ഹീൽ ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാർ മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ വരുന്ന ആൾക്കാർ ആരായാലും അവരുമായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ ഒരുപാട് നമ്മുടെ കൂടെ കാണാൻ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളായിട്ട് കുറേ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അവർക്ക് തിരിച്ചങ്ങനെ അറ്റാച്ച്മെൻറ്റ് വേണമെന്നില്ല, അവരവരുടെ കാര്യം കാണാനേ. അപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആരായാലും, പാരൻസ് ആയാലും, മക്കളായാലും, ലവറായാലും, വൈഫായാലും, ഹസ്ബൻഡ് ആയാലും നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആ ബൗണ്ടറിക്ക് ഇപ്പുറത്തോട്ട് യാതൊരുവിധ ടൈപ്പ് ഓഫ് ഇമോഷൻസിനും കാര്യത്തിനും നിങ്ങൾ അലോ ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളൊരു ഡിമാൻഡ് വയ്ക്കുക. എന്നോട് എത്രയാണോ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക, പക്ഷേ ഓവറായിട്ടൊന്നും കൊടുക്കാതെ ഇരിക്കുക. അതാണ് നമുക്ക് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും വളരെ സ്ലോയിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യും. ആൾക്കാരൊക്കെ മേ ബി ഈ ഒരു നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. വരുവാണെങ്കിൽ കൂടെ തന്നെ നിങ്ങൾ നല്ലതുപോലെ ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസ്പെക്റ്റും നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഇത് തരുന്നിടത്ത് മാത്രം നിങ്ങൾ നിൽക്കുക. അന്ത കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് അതേപോലെ അവർ ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ മാറിപ്പോവുക. അതാണ് നമ്മളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.